കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രധാന ഘട്ടമായ പാറതുരക്കൽ ഇന്ന് ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം തന്നെ ആദ്യ ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ നിർവഹിക്കും. രാഹുൽ കെ വി വിവരങ്ങളുമായിട്ട്. രാഹുൽ, കേരളത്തെ സംബന്ധിച്ചൊരു ബൃഹത് പദ്ധതിയാണ് അല്ലേ, ഒരു സ്വപ്ന പദ്ധതിയാണ്. ഒരുപാട് പ്രതിസന്ധികൾ, പാരിസ്ഥിതിക കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഒരുപാട് ചർച്ചകളും വിവാദങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല പല ഘട്ടങ്ങൾ കടന്നാണ് ഇതിപ്പോൾ ആ പദ്ധതി നടപ്പാക്കുന്നതിലേക്ക് വരുന്നത്. അതിൻ്റെ ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ നടക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. ദൃശ്യങ്ങളുടെ ശബ്ദം. ശരി, രാഹുൽ കെ വി ഉണ്ട് വിവരങ്ങളുമായി. രാഹുൽ, എപ്പോഴാണ് മുഖ്യമന്ത്രി ഈ സ്വിച്ച് ഓൺ നിർവഹിക്കുക? വലിയ പദ്ധതിയാണ്, നീണ്ടകാലം. ഒരുപക്ഷെ എങ്ങനെയാണ് അത് കേരളത്തിൻ്റെ ഒരു വികസന സാധ്യതകളെ മാറ്റാൻ പോകുന്നത്, വയനാടിൻ്റെ ടൂറിസം സാധ്യതകളെ മാറ്റാൻ പോകുന്നതെന്നൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എപ്പോഴാണ് ഉദ്ഘാടന പരിപാടി? ഹലോ, ദിവിഷ, തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് സ്വപ്ന പദ്ധതി തന്നെയാണ്. അടിസ്ഥാന മേഖലയിലും വാണിജ്യ മേഖലയിലും ടൂറിസം മേഖലയിലും എല്ലാ രംഗത്തും സമഗ്രമായ മാറ്റം, വികസനം കൊണ്ടുവരുന്ന ഒരു പദ്ധതി. അതിന്റെ ആദ്യ ബ്ലാസ്റ്റാണ് അല്പസമയത്തിനകം തന്നെ നടക്കാൻ പോകുന്നത്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ ഈ ബ്ലാസ്റ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്പസമയത്തിനകം ആണ് എത്തുക. ആദ്യമേ ഈ ബ്ലാസ്റ്റിന് തയ്യാറായിട്ടുള്ള സ്ഥലത്ത് മുഖ്യമന്ത്രി സന്ദർശിക്കും. അതിനുശേഷം പ്രത്യേകമായി തയ്യാറാക്കിയ വേദിയുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രി ഈ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുക. ദിവിഷ് പറഞ്ഞതുപോലെ ഇരട്ട തുരങ്കപാതയാണ്, അതിന്റെ നിർമ്മാണമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 31-നാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ആനക്കാംപൊയിലിൽ വെച്ച് മുഖ്യമന്ത്രി നിർവഹിച്ചത്. അതിനുശേഷം 6 മാസങ്ങൾക്ക് ഇപ്പുറം ഈ പാറ തുരന്നുള്ള പ്രവൃത്തിയിലേക്ക് കടക്കാൻ കഴിഞ്ഞു എന്നതൊക്കെ വലിയ നേട്ടം തന്നെയാണ്. കൊങ്കൺ റെയിൽവേക്കാണ് ഈ ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണത്തിന്റെ ചുമതല, മേൽനോട്ടം എന്ന് പറയുന്നത്. കിഫ്ബി വഴിയാണ് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. 2134 കോടി രൂപയാണ് തുരങ്കപാതയ്ക്ക് വേണ്ടി കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്നത് ഈ ബ്ലാസ്റ്റിംഗ് നടക്കുന്ന കേരളത്തിലെ വലിയ പ്രതീക്ഷകളുമായി ഇരട്ട തുരങ്കപാതയുടെ ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ ആണ് ഇപ്പോൾ അല്പസമയത്തിന് തന്നെ മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോകുന്നത്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ്. എന്തായാലും ഈ പാത നിശ്ചയിച്ച കാലയളവിലും നേരത്തെ പൂർത്തിയാക്കുമെന്നാണ് കൊങ്കൺ റെയിൽവേ വ്യക്തമാക്കുന്നത്. കൊങ്കൺ റെയിൽവേക്കാണ് ഇതിന്റെ ചുമതല. പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാകില്ല എന്നും കൊങ്കൺ റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു സ്വപ്ന പദ്ധതി, അതിനാണ് തുടക്കമായിട്ടുള്ളത്. അതിന്റെ ആദ്യ ബ്ലാസ്റ്റിംഗ് നടന്നിരിക്കുന്നു. 4 വർഷം കൊണ്ട് ഈ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മുടെ ഈ പുറകിൽ കാണുന്ന ഈ മലയാണ് തുരക്കേണ്ടതായിട്ടുള്ളത്, മറിപ്പുഴ ഭാഗത്ത്. അത് ഇവിടെയാണ് ഇരട്ട തുരങ്കപാതയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അതിന്റെ ബ്ലാസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. കിഫ്ബിയാണ് ഇതിനുള്ള ഫണ്ട്. 2134 കോടി രൂപ ആണ് ഇതിന്റെ ആകെ തുകയായി കണക്കാക്കിയിട്ടുള്ളത്.